നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് രസകരമായൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ വന്ന കമൻ്റാണ്. അതായത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിരീഡ് വന്നു കഴിഞ്ഞാൽ ആ പിരീഡിൽ വന്ന സമയത്ത് ഇട്ടിരുന്ന വസ്ത്രം നല്ല രീതിയിൽ പീരീഡിന് ശേഷം നല്ല രീതിയിൽ അലക്കി ഉണക്കി ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ധരിക്കുന്നതിന് വല്ല കുഴപ്പവും ഉണ്ടാവും? ഒരു കുഴപ്പമില്ല. കാരണം എന്താ, അതിനകത്ത് തന്നെ കൃത്യമായിട്ട് കമൻറ്റിൽ പറയുന്നു. കാരണം എല്ലാവർക്കും ഒരേപോലെ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പോകുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് പീരീഡ് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താ, നമ്മൾ പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. സന്താനോൽപാദനത്തിൻ്റെ ഒരു കാലത്തേക്ക് തരുന്നത്. അത് ഉപയോഗിക്കാണ്ട് പോകുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ നിന്നും എതിർക്കുന്നില്ല. നമുക്ക് എത്ര ദിവസമാണോ പീരീഡ്, 4 ദിവസമാണെങ്കിൽ +3 ദിവസം, അപ്പോൾ അങ്ങനെ 7 ദിവസം, 5 ദിവസമാണെങ്കിൽ +3 ദിവസം 8 ദിവസം, 2 ദിവസമാണെങ്കിൽ +3 ദിവസം 5 ദിവസം, 7 ദിവസമാണെങ്കിൽ +3 ദിവസം 10 ദിവസം, 9 ദിവസമാണെങ്കിൽ +3 ദിവസം 12 ദിവസം. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. എത്ര ദിവസമായാലും +3 ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാം. അതേപോലെ തന്നെ പീരീഡ് കഴിയുമ്പോൾ ഈ വസ്ത്രമൊക്കെ നല്ല രീതിയിൽ ഈ 3 ദിവസം കഴിയുമ്പോൾ ശുദ്ധിയാക്കിയിട്ടെങ്കിൽ നമുക്ക് അതിട്ടുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം. ഒരു പ്രശ്നമില്ല. ഒരു ദേവതകളും സ്ത്രീകളോടോ പുരുഷന്മാരോടോ ഒരു വിവേചനം കാണിക്കുന്നില്ല. ജാതിമത ഭേദങ്ങൾ കാണിക്കുന്നില്ല. ഇതെല്ലാം സുഖിക്കുന്നതിന് വേണ്ടി ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയുണ്ടാക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു സമ്പ്രദായമായി പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ നമ്മുടെ ജാതീയമായി അടിച്ചമർത്തി ചില വേഷങ്ങളൊക്കെ ധരിച്ച് കൗബീനൊന്നുകളൊക്കെ ധരിച്ച് അടിച്ചമർത്തി കൊണ്ട് മാത്രം ഉണ്ടായ സംഭവമാണ്. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ വീഡിയോ പറയുന്ന സമയത്ത് പലർക്കും വിറളി പിടിക്കുന്നുണ്ട്. വിറളി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിലാണ് നമ്മളെല്ലാവരും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. കളറിലോ അല്ലെങ്കിൽ വലിപ്പത്തിലോ ഒന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ കാണിച്ചു തന്നു. എല്ലാ മനുഷ്യർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആ സ്വാതന്ത്ര്യമുള്ള മനുഷ്യർക്ക് വോട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവർക്ക് തോന്നുന്ന പോലെ പല നിയമങ്ങൾ മാറ്റിമറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ജനങ്ങൾ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിയുമ്പോൾ വീണ്ടും നിയമം പൊളിച്ചെഴുതും. അപ്പോൾ നമുക്ക് എന്തായാലും ഈശ്വരനോട് നല്ല ഭക്തിയുള്ളവരാണെങ്കിൽ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട്. ഇപ്പോൾ ചിലർ പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല, പക്ഷേ ജീവിതത്തിൽ കാലിടറി വീണു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ജീവിതം അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം. ചിലരും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഉരുണ്ട് പോയാൽ മതി. അപ്പോൾ വയസ്സാം കാലത്തോ അതൊക്കെ ഈശ്വരൻ്റെ എന്തെങ്കിലും വഴി കാണിക്കും. അതായത് സർക്കാരിൻ്റെ കഞ്ഞിയും പയറും കിട്ടും. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് കപ്പ പുഴുങ്ങിയത് ചമ്മന്തി മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരോട് നല്ല ഭക്ഷണം കഴിക്കുക മക്കളെ എന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ജീവിതം തേടുന്നവരാണ് ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ. ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, പാദദോഷങ്ങൾ ആവാഹിച്ച് കളയുക. 4 കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കാം. അല്ല ചുമ്മാ തെമ്മാടിക്കാറ്റേ എന്ന് പറയുന്ന പോലെയൊന്നും വെറുതെ തള്ളി മറിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഒരുപാട് ഫാൻസൊക്കെ വരും പിന്നാലെ. പക്ഷേ പിന്നീട് പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും പ്രാകും. ആ പ്രാക്ക് അവരുടെയൊക്കെ തലമുറയ്ക്ക് ആക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വഴികളെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിൽ തല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ തൊഴിൽ എന്താണ്, സ്വദേശമാണോ വിദേശമാണോ, ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ, എന്ത് തൊഴിൽ, കൂലിപ്പണിയാണോ, എന്ത് തൊഴിലാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. IAS ആകുമോ, IPS ആകുമോ, എഞ്ചിനീയർ ആകുമോ, ഡോക്ടറാകുമോ, ഗുമസ്തനാകുമോ, ബാങ്കിലാകുമോ, ടീച്ചറാകുമോ, എല്ലാം കൃത്യമായിട്ട് ഇവിടെ വിശദമാക്കും. പാരമ്പര്യവാദികളുടെ പോലെയുള്ള ഉടായ്പ സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നില്ല. നമുക്ക് പാരമ്പര്യത്തിലൊന്നും ഒരു അടിസ്ഥാനമില്ല. കാരണം എന്താ, പാരമ്പര്യത്തിന് അടിസ്ഥാനം ഉണ്ടായെങ്കിൽ അംബേദ്കറുടെ ഭരണഘടന ഇവിടെ നിലവിൽ വരുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഈശ്വരൻ എന്നെക്കൊണ്ട് പ്രണവമലയിൽ കൊറോണ കാലഘട്ടത്തിൻ്റെ സംഭാവനയായിട്ട് കിട്ടിയ കൊറോണ കാലഘട്ടത്തിൻ്റെ സംഭാവനയായി നൽകിയ 27 ക്ഷേത്രങ്ങൾ എന്നെക്കൊണ്ട് നിർമ്മിക്കാൻ ഇവിടെ സമ്മതിക്കുമായിരുന്നു. അപ്പോൾ ഈശ്വരൻ ഇങ്ങനെ ആർക്കും ഒരു വിവേചനമോ വർണ്ണവിവേചനമോ ലിംഗഭേദങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാ മഹർഷിമാരും നമ്മളുടെ ജീവിത സൗഭാഗ്യങ്ങൾ നല്ല രീതിയിൽ
ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശാസ്ത്രത്തെ കൊണ്ടുവന്നത്. അല്ലാതെ പാരമ്പര്യമുള്ളവർ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടും മനുഷ്യരെ രക്ഷപ്പെടുത്തി കാണിക്കണ്ടേ? ഈ പറയുന്ന ആളുകൾ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ കഥ പറയുന്നത്? വെറുതെ ഒരു ഉപദേശം കൊടുത്തു, ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ നന്നായി. ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ഒരാളും ഇല്ല. അപ്പോൾ ഇവരോടൊക്കെ പറയേണ്ടത് എന്താ? നിങ്ങൾ നന്നാക്കിയ ഒരു 10 പേര് അവരെ കൊണ്ട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇടിക്കുക. അതായത് ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് അവർ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്ന 4 കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് അവരതിന് ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ മുന്നോട്ട് വരുമ്പോൾ സനാതന ധർമ്മസംഘം എന്നൊരു സംഘടന വന്നിട്ടുണ്ട്. ജാതി മത ഭേദമില്ല, അയിത്തമില്ല, അനാചാരമില്ല, യാതൊരുവിധ പ്രവേശന ഫീസില്ല, മാസവരിയില്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ധൈര്യമായിട്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ ആനുകൂല്യത്തോടുകൂടി തന്നെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ചെറിയ വഴിപാടിലൂടെ വലിയ ഫലസിദ്ധി ലഭിക്കുന്ന പുണ്യസങ്കേതമാണ് 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം. ചിലർ വന്നിട്ട് കമൻ്റ് ഇടുന്ന കാണുന്നുണ്ട്, ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രസാദം കിട്ടിയില്ല. ഇവിടെ വരുന്നവർ പറയുന്നതല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിത്യപൂജയുള്ള അമ്പലമുണ്ട്. എല്ലായിടത്തും ദക്ഷിണ പൂജകളുണ്ട്, നിവേദ്യങ്ങളുണ്ട്, അത്താഴ നിവേദ്യമുണ്ട്, ത്രിമധുരമുണ്ട്, പിന്നെ പാൽപ്പായസമുണ്ട്, കടും പായസമുണ്ട്. ഒരു ചുമട് വഴിപാട് എല്ലാ ദിവസവും ഉണ്ടാവും. ഇവിടുത്തെ പോറ്റിമാരാരും ഇവിടുത്തെ നിവേദ്യങ്ങൾ പാലോ കരിക്കോ ഒന്നും കഴിക്കാറില്ല. ദേവന്മാർ വെച്ച പഴമൊന്നും കഴിക്കില്ല. നമ്മുടെ പൂജാരീതി അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം തിടപ്പള്ളിയുടെ അടുത്തൊരു മേശ വെച്ചിട്ടുണ്ട്. ആ മേശയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കുന്ന പായസം എല്ലാം വീടുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് തന്നെ ആവശ്യക്കാരില്ലാതെ വന്നാൽ നമ്മളപ്പുറത്തൊരു പറമ്പുണ്ട്, അവിടെ കൊണ്ട് കുഴി കുത്തി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ പറയുന്നു, ഇവിടെ വന്ന നിവേദ്യങ്ങൾ ചെയ്താൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട്. ഇതൊക്കെ പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാരാണ്. കാരണം അസൂയ മൂത്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. കാരണം എന്താ? ജനങ്ങളുടെ പിന്തുണ, സർക്കാരിൻ്റെ സപ്പോർട്ട്. കാരണം നമുക്ക് നിയമവിരുദ്ധമല്ല, നിയമപ്രകാരമാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിവിടെ പാടി ആലപിച്ച ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. അങ്ങനെ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിത വിജയത്തിന് തിരുവേരമംഗലത്തമ്മൻ്റെ തിരുസന്നിധിയിലെത്താം. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ വഴിപാടുകൾ ചെയ്യാം. ആവാഹന പൂജയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. ഇതോടൊപ്പം തന്നെ അനുഭവ സാക്ഷ്യം വീഡിയോകൾ നിരവധി കാണിക്കുന്നുണ്ട്. എല്ലാം കണ്ടു നോക്കുക. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ വരുത്തുക. എല്ലാവർക്കും തിരുവേരമംഗലത്തമ്മൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് ഇനിയുള്ള കാലം ജീവിതം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇത് ലതിക സത്യനാണ്. എൻ്റെ ഒരു ശിക്ഷയാണ് 2019 എത്തിക്കുന്നത്. പിന്നീട് ഏകസ്ഥാനത്തേക്കും അതിനുശേഷം ആവാൻ പിന്നെ SGSൻ്റെ ഭാരവാഹിത്വം. പുള്ളിയുടെ കാര്യത്തിൽ പ്രത്യേകത വീട്ടിൽ ഭർത്താവിനും പിള്ളേർക്ക് വേണ്ടി വിശ്വാസമൊന്നും അല്ലായിരുന്നു. പിന്നെ പഞ്ചസാര ജീവിതത്തിൻ്റെ ഒരു ഭഗീരഥ പ്രവർത്തനം ചെയ്തതിനാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ചിലർക്ക് അറിയാലോ, കുറേ പ്രത്യയശാസ്ത്രം, ആളുകൾ പ്രത്യയശാസ്ത്ര കാര്യം കേട്ടോ. അപ്പോൾ പ്രത്യയശാസ്ത്രമൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈശ്വരൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തെളിയിക്കണമെന്നൊരു വാശിയുണ്ടായി. ഇപ്പോൾ എല്ലാവരും നല്ല വിശ്വാസം, എല്ലാ മാസം വിശ്വാസത്തിൽ നിറയെ ആളുകൾ പരമാവധി തൃശ്ശൂർകാരിയാണ്. അപ്പോൾ തൃശ്ശൂർകാരൊക്കെ പറയാല്ല കൂടുതൽ വിശ്വാസികളായിരിക്കും. ഈ വടക്കോട്ട് പോകുന്നതോറും തെക്കോട്ടുള്ള ആളുകളെ പോലെയല്ല. തെക്കോട്ടുകാർക്ക് ഭയങ്കര സംശയമാണ്, അത് ശരിയാവോ ഇത് ശരിയാവോ. അതിൻ്റെ കാരണം ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. പ്രധാനമായതിൻ്റെ കാരണം അവർ കുറേ മണ്ടത്തരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് തട്ടിപ്പണി വെട്ടിപ്പണി കൂടാത്തോണ്ട് മന്ത്രവാദമാണ്, അന്ധവിശ്വാസമാണ്. അവർക്കൊരു ദൈവമുണ്ട്. ആ ദൈവമല്ലാതെ വേറെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതായത് ഇവിടെ വന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഗണപതി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചു. എന്നാൽ ആലോചിക്കുക, ഒരു ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഒരു സമുദായത്തിൽ ഒരാൾ ചോദിക്കുകയാണ് ഈ ഗണപതി എന്ന് പറഞ്ഞാൽ അത് എന്ത് സംഭവമാണെന്ന് ചോദിക്കുമ്പോൾ അത്രയും അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതപ്പതിനത്തിലേക്കൊക്കെ പോയി സർവനാശത്തിലേക്ക് പോകാതെ കുട്ടികൾ കള്ളിനും കഞ്ചാവിനും കഠിനങ്ങളായി പോകാതിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇതിനെന്ത് സത്യമൊന്നും ഇനി ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരങ്ങൾക്കൊപ്പം തിരുസന്നിധിയിലെത്താം. ഇവിടെ ആവാന പൂജയിലേക്ക് വരാം. ഇന്നത്തെ കാലത്ത് 56,000 വലിയ സംഖ്യയൊന്നുമല്ല. കാരണം കൂലിയൊക്കെ ഒരുപാട് കൂടുതലുള്ള കാര്യങ്ങൾ 2-3 മാസത്തെ പൈസ മാറ്റി വെച്ച് ഒരു ചെറിയ ചെക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ വന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്ത നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇത് ഷിബ് വർക്കിലാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് വീഡിയോ ഇട്ടേണ്ട ആൾ ഈ കാണിച്ചതിൽ കുറച്ച് പേരൊക്കെ സ്വന്തമായിട്ട് മുമ്പൊക്കെ വീഡിയോ അനുഭവസാക്ഷ്യം വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു പുതിയ സംവിധാനം
ഞാൻ മുമ്പ് പറഞ്ഞു നമുക്കിവിടെ ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം ഒരു കൺഫർമേഷൻ നേരിട്ടല്ല ഫോണിൽ എടുത്തു കഴിഞ്ഞപ്പോൾ 5 കൊല്ലമായിട്ട് ഇദ്ദേഹം വീഡിയോ കണ്ടിരിക്കുന്നു വല്ലാത്ത തകർച്ചയിലേക്ക്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് ആവാൻ രീതിയിൽ മാറ്റിയാൽ മതി. ഒരുപാട് പേര് അനുഭവസാക്ഷി കാണിച്ചില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് ടി വിയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരുപാട് റേഷൻ കെട്ടുകൾ കാണുന്നത് കൊണ്ട് ഡൗട്ട് അടിക്കാനാണ്. ഞാൻ ആലോചിക്കുക, കാരണം ആൾക്ക് എല്ലാത്തിനും സംശയമാണ്. അപ്പോൾ എല്ലാം കടം കയറി മുടിഞ്ഞ് പിന്നെ പറയുന്ന ശാരീരിക അസുഖം, വയറുവേദന, വയറിളക്കം, ഈ സ്ഥലത്ത് ഒപ്പിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ച എല്ലാ അടയാളങ്ങളും പുള്ളിക്കുണ്ട്. പക്ഷെ പുള്ളി സംസാരിക്കുമ്പോൾ ഭയങ്കര ഭവ്യതയിൽ പതിനൊന്ന് സംസാരിക്കുന്നത് ജഹലട്ടോ ഇതിന് സംസാരിച്ചാൽ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പക്ഷേ അവസാനം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, നീ പൂജയിലേക്ക് വരണ്ട, കാരണം എനിക്ക് ഇത്രയും വലിയ സത്യം കാണിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്തവണ ആവുന്ന പൂജയിൽ വന്നിരിക്കുന്ന ആളുകളെ വെച്ചിട്ട് ഞാൻ തന്നെ ഇവരുടെ മുന്നിലെത്തിയിട്ട് ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. എങ്ങനെയെങ്കിലും കുറച്ച് പേർക്ക് ബോധ്യമായിട്ട് ഇപ്പോൾ 2018 ഷുഗർക്ക് മരുന്ന് പിന്നെ ഡയറക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആവാന പൂജയിലേക്ക് വരും. പിന്നെ ഒരുപാട് പൂജകൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഓരോരോ ആവശ്യങ്ങൾ. പൂജൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട, കാരണം ആൾ വീഡിയോ ഞാനിടുന്ന വീഡിയോകൾ ദേവതകളുടെ പ്രത്യേകതയൊക്കെ ആൾക്ക് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ആളുകൾ എന്താണോ വേണ്ടത് ആൾ തന്നെ സെലക്ട് ചെയ്യും, അങ്ങനെ ചെയ്യും. എല്ലാ ആവാന പൂജയിലും ആവശ്യമുള്ള സമയത്ത് അതായത് ഗ്രൂപ്പിലുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ആൾ വരും മാറ്റും. പിന്നെ അതേപോലെ ടോണിക്ക് പോലെ കിട്ടുന്ന ഇവിടുത്തെ പേരവണത്തെ 27 ദേവതകളുടെ പൂജകൾ, പിന്നെ പേരവണത്തിന് എല്ലാ തലച്ചോറും എല്ലാ മാസവും തലച്ചോറിൽ പൂജ മുടങ്ങാതെ ചെയ്യുന്ന ഒരു പൂജയാണ്. അപ്പം ജീവിതത്തിൽ നല്ല സൗഭാഗ്യം, അതായത് വല്ലാത്ത രീതിയിലേക്ക് തകർന്നടിഞ്ഞു പോയൊരു വലിയ ബിസിനസ്സുകാരനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇവിടെ വന്ന് പൂജയിലൊക്കെ പങ്കെടുത്ത് അതുകൂടാതെ പെട്ടുപോകുമായിരുന്ന പല പ്രോപ്പർട്ടികളും തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ മുമ്പ് ആൾ അനുഭവസാക്ഷ്യം നമ്മുടെ ആൾ നേരിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താണ്. പിന്നെ അതുകൂടാതെ ഭഗവാനൊരു സന്താന ഭാഗ്യം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ത്രില്ലിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ സമൂഹത്തിലൊക്കെ ഒരുപാട് ഇടപഴകുന്ന ആളായതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്കിവിടെ വന്നിട്ട് ഒരാളും ചീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സത്യം തിരിച്ചറിയുക, രക്ഷപ്പെടുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളാണ് രക്ഷപ്പെടുന്നത്. സെൽവി സുകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ ചെറുപ്പഞ്ചേരി. ആൾ 2019 വരുന്നത്. അവർ എൽഫോൺ വാങ്ങിയിട്ടോ, കാരണം അവരെ സംബന്ധിച്ച് വേറെ ചെറിയ പ്രോബ്ലങ്ങളായിരുന്നു, പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആൾക്ക് വിശ്വാസക്കുറവുണ്ടായില്ല. വീഡിയോ കണ്ടപ്പോൾ തന്നെ ഉടനെ നേരെ പൂജയിലേക്ക് വരാമായിരുന്നു. അങ്ങനെ പൂജയിലേക്ക് വന്നു. അതിന് ശേഷത്തെ 2024 5 വർഷം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ ഓരോ ദർശനത്തിലും അതുകൂടാതെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളായിട്ടിപ്പോൾ ശിവരാത്രി, അതുകൂടാതെ തിരുവാതിര, അങ്ങനെ എന്ത് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ആൾ സജീവമായിട്ട് പങ്കെടുക്കും. പിന്നെ എസിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു തടസ്സം പിന്നിലേക്ക് വരുന്ന പോലെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് കഴിഞ്ഞിട്ട് ഇവിടെ കൂടാനുള്ള സമയത്ത് ധൈര്യമായിട്ട് വരും, പെട്ടെന്ന് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെ കൊണ്ടൊക്കെ പറയുകയാണെങ്കിൽ ഇവരൊക്കെയാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്രയും ടൈം കൊണ്ട് ഇത്രയും വീഡിയോ നിൽക്കാൻ പറ്റില്ല. ഞാനാകുമ്പോൾ കടന്നെടുത്ത് അവർക്ക് കാര്യം പറഞ്ഞ് തീർക്കാൻ പറ്റും. അവർക്ക് ഇത്രയും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 10 പ്രാവശ്യം നമ്മുടെ ക്യാമറ ടാക്ക് പഠിക്കുന്നതാണ്. മനസ്സിലാക്കുക, ഇതിനേക്കാൾ വലിയ അനുഭവസാക്ഷിയൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് ഇത്രയും വലിയ സത്യമായൊരു കാര്യമാണ്. നമുക്ക് വന്നു നോക്കാം, നേരിൽ കണ്ട് ഇതിനൊക്കെ ചോദിക്കാം ശരിയാണോ തെറ്റാണോ. ഇനിയിപ്പോൾ അടുത്ത ആവാനുഭവിക്കാൻ ഇവർക്ക് നമ്മൾ ചാൻസ് കൊടുക്കണം. ചാൻസ് ഒരു പാർട്ടി കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കാം. ഏകദേശം 560-600 പേര് ആ ഗ്രൂപ്പിലുണ്ട്. അതിന് മുമ്പ് പൂജ കഴിഞ്ഞ് പോയാൽ എത്ര കാലം മുമ്പുള്ളവർക്കാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ചെറിയ പൈസ കൂടെ സാധിക്കും. അതുകൊണ്ട് അവരുടെ പറയുന്നത് അവരെ നിർത്തിയിട്ട് അവർ പറയില്ല നോക്കണ്ട, അവരൊക്കെ പറഞ്ഞു തരുമ്പോൾ സമയം ഒരുപാട് വേസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിർത്തി ഒരുപാട് വീഡിയോ